لبيك يا رب الأمم قد لفنا ثوب الندم بالدمع كم فاض الحرم نشكو الخطايا واللمم لا يشتكى إلا إليك. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ നിർബന്ധമായ ആരാധനാകർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാകർമ്മം തന്നെയാണ് ഹജ്ജ് കർമ്മം. ശാരീരികമായും സാമ്പത്തികമായും കഴിവുള്ള എല്ലാവരുടെയും മേൽ ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളത് നിർബന്ധമായ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു ആൽ ഇംറാൻ 97-ാമത്തെ വചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് മനിസ്തതാഅ ഇലൈഹി സബീല. ആ ഭവനത്തിൽ കഴിവുള്ള മനുഷ്യർ വന്ന് ഹജ്ജ് തീർത്ഥാടനം നടത്തൽ അള്ളാഹുവോടുള്ള ഏറ്റവും വലിയ ബാധ്യതയാണ്. ഈ ആയത്തിലൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഹജ്ജ് കർമ്മം നിർവഹിക്കലിൻ്റെ നിർബന്ധമായ ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മദീന മിമ്പറിൽ വെച്ച് ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ്, നിങ്ങളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഫഹജ്ജു, നിങ്ങൾ ഹജ്ജ് കർമ്മം നിങ്ങൾ നിർവഹിക്കണേ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മേലുള്ള ഏറ്റവും വലിയ നിർബന്ധമായ ഒരു ബാധ്യത തന്നെയാണ് ഹജ്ജ് കർമ്മം എന്നുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്നു, ഹജ്ജ് കർമ്മം ഏറ്റവും ശ്രേഷ്ഠമായ സൽക്കർമ്മമാണെന്ന്. ഒരിക്കൽ ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളൽ, നബിയെ, സൽക്കർമ്മങ്ങളിൽ ഏറ്റവും നല്ല സൽക്കർമ്മം ഏതാണ്? അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈമാനും ബില്ലാഹി അസ്സ വജൽ, മഹാനായ അതുപോലെ തന്നെ പ്രതാപവാനായ അള്ളാഹുവിൽ വിശ്വസിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ സൽക്കർമ്മം. അവിടുന്ന് സുമ്മമാത, പിന്നെ ഏതാണ്? വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണത്. വീണ്ടും അവിടുന്ന് ചോദിക്കപ്പെട്ടു, സുമ്മമാത, പിന്നെ ഏതാണ്? അവിടുന്ന് പറഞ്ഞു, സുമ്മൽ ഹജ്ജുൽ മബ്റൂർ, പരിഭാവനവും പരിപൂർണവുമായ ഹജ്ജ് കർമ്മം നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമെന്ന് വീണ്ടും അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സൽക്കർമ്മമാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം എന്നുള്ളത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ നമുക്ക് സാധിച്ചാൽ അവന് പരിപൂർണമായി തെറ്റുകളിൽ നിന്ന് അവൻ മോചിതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, മൻ ഹജ്ജ ഫലം യർഫുത്ത് വലം യഫ്സുഖ് റജ കമാ വലദതുഹു ഉമ്മുഹു. ആരെങ്കിലും ഹജ്ജ് കർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തൻ്റെ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല, അതുപോലെ തന്നെ മറ്റുള്ള മോശമായ പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെട്ടില്ല, അങ്ങനെയാണെങ്കിൽ അവൻ തിരിച്ചു വരുന്നത് തൻ്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെ ഏറ്റവും നല്ല ഒരു മനുഷ്യനായിട്ടാണ് അവൻ തിരിച്ചു വരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഒരു ഹജ്ജ് നിർവഹിക്കാൻ സാധിച്ചാൽ അള്ളാഹുവിൻ്റെ അതിവിശാലവും ഉന്നതവുമായ സ്വർഗം കരഗതമാക്കാൻ അവന് സാധിക്കും എന്നുള്ളതാണ്. നോക്ക് നിങ്ങൾ, അവിടുന്ന് പറഞ്ഞല്ലോ, അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഒരാൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ അവന് സ്വർഗമല്ലാതെ മറ്റൊന്നും ലഭിക്കുവാനില്ല.
അപ്പോൾ സഹോദരങ്ങളെ, ഒരു ഹജ്ജ് കർമ്മം നമുക്ക് നിർവഹിക്കാൻ സാധിച്ചാൽ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്നുള്ളത് സ്വർഗം ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ നരകത്തിൽ നിന്നുള്ള മോചനവുമാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, മാമിൻ യൗമിൻ അക്സറ മിൻ അയ്യുഅതികല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാരി മിൻ യൗമി അറഫ. അറഫ ദിനത്തേക്കാൾ നരകത്തിൽ നിന്ന് ജനങ്ങളെ ഏറ്റവും കൂടുതൽ മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ല എന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതായിട്ട് കാണാൻ സാധിക്കും. അതാണല്ലോ അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ് എന്ന് അവിടുന്ന് പറഞ്ഞത് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ സഹോദരങ്ങളെ. ഇനിയോ സഹോദരങ്ങളെ, ഇതൊക്കെ ഇതിൻ്റെ ശ്രേഷ്ഠതയും അതുപോലെ തന്നെ ഇതിൻ്റെ മഹത്വവുമാണ് നാം പഠിച്ചത്. ഇതുപോലെ ഒരുപാട് ഹദീസുകളും ഖുർആനിലെ ആയത്തുകളുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഹജ്ജ് നിർവഹിക്കാൻ സാധിച്ചില്ല എങ്കിൽ, ഒരു ഉംറയാണ് അവൻ നിർവഹിക്കാൻ സാധിച്ചത് എങ്കിൽ, ആ ഉംറ അവൻ ഒരു റമളാൻ മാസത്തിൽ നിർവഹിക്കട്ടെ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, എൻ്റെ കൂടെ ഹജ്ജ് നിർവഹിച്ചതിന് തുല്യമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയോ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധിച്ചില്ല എങ്കിൽ, അവൻ സുബഹി നമസ്കാരത്തിന് ജമാഅത്തിന് പള്ളിയിലെത്തുകയും ആ ജമാഅത്ത് നമസ്കാരത്തിന് ശേഷം അവൻ അവിടെ ഇരിക്കുകയും സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റുകളിലും ദുആകളിലും അതുപോലെ തന്നെ ഖുർആൻ പാരായണങ്ങളിലുമായി കഴിച്ചുകൂട്ടുകയും സൂര്യൻ ഉദിച്ച് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അവൻ 2 റക്അത്ത് ഉദയത്തിൻ്റെ നമസ്കാരം, അതുപോലെ തന്നെ ദുഹാ നമസ്കാരം എന്നും നമുക്ക് കാണാൻ സാധിക്കും. അതാരെങ്കിലും നിർവഹിക്കുകയാണ് എങ്കിൽ അവൻ പരിപൂർണമായ ഒരു ഹജ്ജും ഉംറയും നിർവഹിച്ചതിന് തുല്യമാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹജ്ജിന് പോവാൻ സാധിക്കാത്തവർക്ക് അറഫ ദിനത്തിൽ അഥവാ ദുൽഹജ്ജ് 9 നോമ്പനുഷ്ഠിക്കുകയാണ് എങ്കിൽ വരാനിരിക്കുന്നതും അതുപോലെ തന്നെ കഴിഞ്ഞു പോയതുമായ ഒരു കൊല്ലത്തെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കും എന്നും നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം ഏത് രൂപത്തിലാണോ കരഗതമാക്കാൻ നമുക്ക് സാധിക്കുന്നത് എങ്കിൽ സഹോദരങ്ങളെ, ആ ഒരു രൂപത്തിലൊക്കെ കഴിവിൻ്റെ പരമാവധി സൽക്കർമ്മങ്ങളുമായി നമ്മൾ മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ ദുആഅന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.